ബൈനാക്കുലർ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടതെന്താ? അവിടെ കുട്ടികൾ കിടക്കുന്ന സ്ഥലം, അവിടെ ബോംബ് വെക്കണം തീരുമാനിക്കുമ്പോൾ അവിടെ എന്തോ ചില ജീവികൾ നിൽക്കുന്നത് പോലെ സഹിക്കുന്നില്ല. അവൻ പറയാ എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല, ഇല്ലില്ല ഞാൻ അങ്ങോട്ട് വിടുന്നില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല. മഹബത്തുൽ മലായിക, മലക്കൾ ഇറങ്ങുന്ന സ്ഥലമാണ്, മലക്കൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ചെറിയ കാര്യമല്ല കേട്ടോ, ചെറിയ കാര്യമല്ല. നമ്മളെന്താ വിചാരിച്ചേ? നമ്മളും കൂടെ ഒന്ന് നല്ലവരായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ദുആവൊക്കെ അങ്ങോട്ട് മിസൈൽ പോലെ പോയിട്ട് എല്ലാം തരിപ്പണാവുമായിരുന്നു. പക്ഷെ നമ്മൾ നന്നാവാതെ നമ്മുടെ ദുആക്ക് എന്ത് ഫായിദ? നമ്മുടെ ദുആ ശരിയാവണ്ടേ, നമ്മുടെ ദുആ അങ്ങോട്ട് പോകണ്ടേ, അങ്ങോട്ട് ഉയരണ്ടേ. നമ്മളെ ദുആ സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കൂല. അങ്ങനെ ആരും നിരാശപ്പെടുന്നു വേണ്ട കേട്ടോ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയ്ക്കെതിരെ, അവന്റെ ശത്രുത, അവന്റെ ഇടങ്ങേറിനെതിരെ ദുആ ചെയ്തില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞു, മൂസ നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. സ്വീകരിച്ചു. പ്രവാചകന്റെ ദുആയാണ്, എങ്ങനെയാണ് സ്വീകരിക്കാതിരിക്കുക? പക്ഷേ 40 വർഷത്തിന് ശേഷമാണ് ആ ദുആയുടെ പ്രതിഫലനം ആ മണ്ണിലേക്ക് ഇറങ്ങിയതെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. നിങ്ങൾ വിചാരിക്കും പള്ളിക്കുറ്റിയിൽ വന്ന് ഇന്ന് ദുആ ചെയ്യുമ്പോൾ നാളെ അവിടം തകർന്നരിപ്പണാകണം. നടക്കൂല കേട്ടോ. അങ്ങനെ ഏത് മിമ്പറിലും മിഹ്റാബിലും ദുആ ചെയ്താൽ നടക്കൂല. ഇതൊക്കെ മുദബ്ബിറുൽ ഉമൂറായ അല്ലാഹുവിനൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം വരാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഫഇന്നഹു അർഹമുർ റഹീമീൻ. ദുആ ചെയ്തിട്ട് നിങ്ങൾ ആരും നിരാശരാകരുത് കേട്ടോ. എന്ത് വേണം? ചിലരൊക്കെ പറയാം അല്ലാഹ് ഒന്നും ഇല്ല ഉസ്താദേ, അല്ലാഹ് ഇസ്രായേലിയാരുടെ കൂടെയാണ്. ചില ആള് പറയും അവിടെ ഞങ്ങളവിടെ പള്ളി അല്ലാഹ് ഇസ്രായേലിയാരുടെ കൂടെ. അല്ലാഹ് ഇസ്രായേലുകാരുടെ കൂടെ അല്ലാഹാണ്, ജൂതന്റെ കൂടെ അല്ലാഹാണ്, നസ്രാനിയുടെയും കൂടെ അല്ലാഹാണ്, മുസ്ലിമിന്റെയും കൂടെ അല്ലാഹാണ്, മുനാഫിക്കിന്റെയും കൂടെ അല്ലാഹാണ്. അല്ല പിന്നെ അല്ലാഹുടെയാണ്, എല്ലാവരുടെയും കൂടെ അല്ലാഹാണ്. ഇവർക്ക് ഇന്ന് അങ്ങോട്ട് ദുആ ആയിരുന്നു, അവിടെ ഒക്കെ ഒന്ന് പൊട്ടി തകർന്നൊന്ന് കണ്ടാ ഭയങ്കര സന്തോഷമായി പോന്നെ. ഹബീബെ, നമ്മളെക്കാട്ടിലും ദുഃഖവും വിഷമവും പ്രയാസവും ഉള്ളവനാ അല്ലാഹ്, നമ്മളെക്കാളും കരുണയുള്ളവനാ അല്ലാഹ്. നമുക്ക് ഒരു കരുണയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കരുണ ലോകത്ത് സൃഷ്ടിച്ചിട്ട് 99 കരുണ അവൻ പിടിച്ചു വെച്ചിട്ട് ഒരു കരുണയാണ് നമുക്ക് അല്ലാഹ് ഇട്ടു തന്നത്. ആ കരുണയാണ് നമ്മൾ ഇവിടെ നിന്ന് ഫലസ്തീനികൾ കൊണ്ട് ദ്വാരക്കുന്നത്. ഒരൊറ്റ കരുണ, ബാക്കി 99 കരുണ അള്ളാഹ്ക്കുള്ളതാണ്. അപ്പം മികച്ചു നിൽക്കുന്നത് ഏതാ? നിങ്ങൾ പറയും, നിങ്ങൾ മികച്ചു നിൽക്കുന്നത് ഏതാ? ഒന്ന് പറയും. അപ്പം അള്ളാഹു ആണോ ചെറിയവർ, നമ്മളാണോ ചെറിയവർ? പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല, അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവരുടെ ഈ ആറ്റം ബോംബിന്റെ മുന്നിൽ ഈ ഗസയിലെ ഫലസ്തീനിലെ മക്കൾ പിടിച്ചു നിൽക്കുമായിരുന്നില്ല. അവിടെ മൊത്തം ഭസ്മമായി പോകുമായിരുന്നു. അത്രയ്ക്കും വലിയ ശക്തിയുള്ള ബോംബുകളാണ് അവർ വർഷിച്ചത്. എന്നിട്ടും ചിതൽ പുറ്റുപോലെ ഈ മയ്യത്ത് എടുത്തിട്ട് ഓടുന്നത് മൊത്തം നമ്മൾ കാണുന്ന ചെറുപ്പക്കാരാ. 100 കണക്കിന് 1000 ചെറുപ്പക്കാരായി ഓടുന്നത്. നമ്മുടെ ദുആ കിട്ടാത്തത് അതിന്റെ സ്വീകരിക്കാത്തതിന്റെ ബർക്കത്താണോ? ദുആ സ്വീകരിച്ചത് കൊണ്ടല്ലേ? മഅദനിക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ഇറക്കുന്നു എല്ലാവരും, ഇതെന്താ അല്ലാഹ് സ്വീകരിക്കാതെ? അദ്ദേഹം സ്വീകരിച്ചത് കൊണ്ടല്ലേ വർഷങ്ങളായിട്ടും സ്വന്തം നാട്ടിൽ തിരിച്ചു വന്ന് പഴയ സലാത്തും ചൊല്ലി പഴയ പാരമ്പര്യത്തോടെ മടങ്ങി വന്ന് ആ സുഖമില്ലാതിരുന്ന് 50 ലക്ഷം 60 ലക്ഷം രൂപ പിരിക്കണമെങ്കിൽ അല്ലാഹു തആല ഈ ദുആ സ്വീകരിച്ച് അദ്ദേഹത്തിനോട് ആഫിയത്തുണ്ടല്ലേ? നമ്മൾ പറയും ഇന്നിപ്പം നമ്മുടെ ദുആ ആയിരുന്നു, നാളെ മോചിച്ച് ഫ്രണ്ട് പേജിൽ കാണുന്ന മോചിതനായി. അങ്ങനെ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. ദുആ നമ്മൾ മനസ്സിലാക്കണം, അതിനുള്ള ആഫിയത്ത് കിട്ടിയില്ല. മരിച്ചു, ആശുപത്രിക്കാരെ എഴുതി തള്ളി, എല്ലാം മരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ഇറക്കുന്നു, ഓരോരുത്തർ ദുആ ഇറക്കുന്നു. അള്ളാഹു ആഫിയത്തോടു കൂടി സ്വന്തം മണ്ണിൽ കൊണ്ടുവന്നില്ലേ പടച്ചവൻ? അത് 1000 10,000ങ്ങളുടെ മുന്നിൽ അണിനിരന്നില്ലേ? പഴയ ആ പാരമ്പര്യം വീണ്ടെടുത്തിട്ട് ലക്ഷങ്ങൾ പിരിച്ചില്ല നിമിഷ നേരം കൊണ്ട്. നമ്മുടെ കുടൽ വെളിച്ചാടിയാൽ നിങ്ങൾ 10,000 രൂപ തരുവോ? മൊത്തം പൊട്ടി പഞ്ചറായി പോയാൽ പോലും 1,000 രൂപയ്ക്ക് വേണ്ടി 2 കരൾ സമ്മാനിക്കണം. എന്നാ പോലും ഇളകൂല. നിമിഷ നേരം കൊണ്ട് അങ്ങനെ പതുക്കെ ഇരുന്ന് 2 സലാത്തും ചൊല്ലി 50-60 ലക്ഷം രൂപ, 1/2 കോടി രൂപ പിരിച്ചെടുത്തെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ഒക്കെ ദുആ സ്വീകരിച്ചതിന്റെ ബർക്കത്താണ് നമ്മൾ മനസ്സിലാക്കണത്. നിങ്ങൾ എന്തപ്പോ അങ്ങനെ വിചാരിക്കും നമ്മുടെ ദുആ സ്വീകരിക്കൂല എന്ന്? തീർച്ചയായിട്ടും ദുആ സ്വീകരിക്കും. അൽഹംദുലില്ലാഹ്, തീർച്ചയായും ദുആ സ്വീകരിക്കും. നിങ്ങൾ എന്താ ഒന്ന് കരുതാത്തെ? 40 പ്രവാചകന്മാരെ ഒരു ദിവസം കൊന്നവരാ ഇസ്രായേലികള്. 40 പ്രവാചകരെ ഒറ്റ ദിവസം കൊണ്ട്.
ഒറ്റ ദിവസം കൊണ്ട് തട്ടി. ഒറ്റ ദിവസം കൊണ്ട്. ആരെ? സാധാ മൊയ്ലിയന്മാരെ മോദിമാരെ ഒന്നുമല്ല, മോദിനെ ഹത്തീവിനെ മുസ്ലിയാരെ ഒന്നുമല്ല, പ്രവാചകന്മാരെ, അമ്പിയാക്കളെ പ്രവാചകന്മാരെ ഒറ്റ ദിവസം കൊണ്ട് 40 പേരെ, മൊത്തം 71 പേരെ കൊന്നളഞ്ഞു. എന്നിട്ടെല്ലാം സംഭവിച്ചു അവന്മാർക്ക്. അപ്പൊ പ്രവാചകന്മാർ ആരെങ്കിലും നിരാശപ്പെട്ടോ? അല്ലാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കാത്തത് എന്തേ അല്ലാ എന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയോ? പറഞ്ഞു സുഹൃത്തുക്കളെ, പറഞ്ഞില്ല. അതൊക്കെ അള്ളാഹ്ക്കൊരു തർത്തീബുണ്ട്. ആ തർത്തീബിലെ കാര്യങ്ങൾ പോകുള്ളൂ. നമ്മൾ നമ്മുടെ പണിയെടുക്കുകയും പടച്ചോ അവൻ്റെ പണിയെടുത്തോളൂ. അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടെ പണിയെടുക്കുക. നമ്മളിവിടെ നിസ്കരിച്ചോ? നീ ഇന്ന് സുബഹിസ്കരിച്ചോ? അങ്ങനെ കഴിവുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോ? രാത്രി ഇവർക്ക് വേണ്ടി 2 റക്അത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഒരു നോമ്പ്, സുന്നത്തായ നോമ്പ് പിടിച്ചിട്ട് ഖുർആനിന്റെ കുറച്ച് ആയത്തുകൾ ഓതിയിട്ട് പൊട്ടിക്കരഞ്ഞ് ആ മക്കൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അതില്ല. അത് വയ്യ. സുബഹിസ്കരിച്ചിട്ടില്ല, മൂത്രമൊഴിച്ചിട്ട് കഴിയിട്ടില്ല, കാളയപ്പലവിടെ സൈഡിൽ പോയിരുന്ന് സിബൂരിട്ട് അടിച്ചു തള്ളാണ്. എന്നിട്ട് തല്ലിക്കുളഞ്ഞ് അതിനകത്തോട്ടിട്ടിട്ട് വീണ്ടും ഓരോ മുക്കിനും ഓരോ തുള്ളി മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എന്തേ സംഭവം? ഭയങ്കര ഫലസ്തീൻ. ഇതൊന്നും വൃത്തിയായിട്ടില്ല, റാഹത്തായിട്ടില്ല. നമ്മളൊന്നും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ മാറാതെ, നിങ്ങളുടെ സംസ്കാരം മാറാതെ അല്ലാഹു ഒരു വിഭാഗത്തെ മാറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട കേട്ടോ. ആദ്യം നമ്മളങ്ങോട്ട് നന്നാവും. നമ്മൾ നന്നാവ്. അല്ലാഹ് ഫത്ഹാക്കി നമ്മുടെ കൈ തരുമെന്ന് ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഉദുദു സിത്താ, സഹാബത്തെ എഴുതിക്കോ, 6 കാര്യങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകാവസാനത്തിന്റെ അടയാളമാ. 1 മൗത്തി, എന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ് കേട്ടോ. 2 ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ലോകാവസാനത്തിന്റെ അടയാളമാണ്. ലോകാവസാനത്തിന്റെ അടയാളം ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കും. നബിതങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നില്ല, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ മോചിപ്പിച്ചു. അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ മോചിപ്പിച്ചു. ഇനി ഒരിക്കൽ കൂടി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും. അതോടുകൂടി ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഒരിക്കൽ കൂടി ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബാരക്നാ ഹൗല, അവിടെയൊക്കെ ബർക്കത്ത് നാം ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹ് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ, വെറുതെ അല്ല. ഭയങ്കര അഹങ്കാരികളായിരുന്നു ഇസ്രായേലികൾ, ഭയങ്കര അഹങ്കാരികൾ. അന്നത്തെ കാലത്തെ സംഭവം പറയാണ് ഞാൻ, അന്നത്തെ കാലത്തെ കാര്യം പറയാം, ഇപ്പോഴത്തെ അല്ല കേട്ടോ. ഈ ലൈവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അവർ വിചാരിക്കും ഇപ്പോൾ ഇവിടെ കിടന്ന് പറയാം, നല്ല പ്രശ്നമാണ്. ഇവന്മാർക്ക് കുഴപ്പമില്ല, നമ്മളെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്ത് എന്ത് ചെയ്യും? ഇതല്ലേ ഇപ്പോൾ പ്രശ്നം. നമ്മൾ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കും, അല്ല മാത്രമല്ല അവിടെ കിടന്ന് എനിക്കെതിരെ ദ്വാരക്കും. അതല്ലേ ഈ പ്രശ്നമോ? ഇതല്ലേ ഇവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കില്ലേ? ഇപ്പോൾ ദ്വാരക്കരെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഖുർആനിലെ ബനി ഇസ്രായേലിന്റെ സംഭവം നമ്മൾ പറയുന്നത് കേട്ടോ. ഖുർആനിലെ ബനി ഇസ്രായേൽ അള്ളാഹു ബർക്കത്ത് ചെയ്തെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല, ബർക്കത്ത് ചെയ്തു, ഒരുപാട് ബർക്കത്ത് ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു എത്ര പേര് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? അർളെ മുഖദ്ദസ എന്ന് പേരിട്ടിട്ടുണ്ട്. ഇത് അല്ലാഹ് ഇട്ട പേരാണ്, നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അല്ലാഹ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഞാനത്, നിങ്ങളുടെ കൈവെള്ളയിൽ ഞാൻ ഇട്ട് തരാം, നിങ്ങൾ അങ്ങോട്ട് കയറിപ്പോടാ, കയറിപ്പോ അങ്ങോട്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് ഈ പഹയന്മാർ കയറിപ്പോയില്ല. അതല്ലേ പ്രശ്നം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നടന്നിട്ട് 40 വർഷം 40 വർഷം യതീഹൂന ഫിൽ അർളി 40 സന, 40 വർഷം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. എന്നാൽ മൂസ നബിയെ എങ്കിലും ഒന്ന് ബൈത്തുൽ മുഖദ്ദസിലോട്ട് വിട്ടില്ല. പഹയന്മാര് വിട്ടില്ല, ഇസ്രായേലികളെ, അന്നത്തെ മൂസ നബിയുടെ അനുയായികൾ വിട്ടില്ല, ബനു ഇസ്രായേലികൾ അങ്ങോട്ടേക്ക് വിട്ടില്ല. 30 ദിവസം. എന്നിട്ട് പറഞ്ഞോടോ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒരു ജോലിക്കും പോകണ്ട, ഈ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, ഈ തൗറാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം, നിങ്ങൾ അതൊന്ന് പഠിക്കുക, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. 30 വർഷം നിങ്ങൾക്കുള്ള ചാപ്പടക്ക് ആ 3 സമയത്തോ 5 സമയത്തോ ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. 30 വർഷം നോൺ വെജ് തിന്ന് ജീവിച്ചവന്മാരാണ് ഇസ്രായേലികൾ. 30 വർഷം
ഒരു കൊളസ്ട്രോളും ഇല്ല, ഒരു ഷുഗറും ഇല്ല, ഒരു പ്രഷറും ഇല്ല, ഹാർട്ടിനും കുഴപ്പമില്ല, കിഡ്നിക്കും കുഴപ്പമില്ല. നമ്മളൊരു കിലോ പോത്തിറച്ചി മേടിച്ചാൽ അവിടെ കുഴപ്പം, ഇവിടെ കുഴപ്പം, അവിടെ വീർത്ത്, ഇവിടെ വീർത്ത്, നടക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ. 30 വർഷം മണ്ണ് സൽവ. വളല്ലല്ലാ അലൈഹിമുൽ ഗമാം വഅൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവാ. കാടക്കോഴിയുടെ ഇറച്ചിയും കട്ടിത്തേനും. മന്ന സൽവ എന്ന് പറഞ്ഞതാണ് അർത്ഥം. കാടക്കോഴിയുടെ ഇറച്ചിയും കട്ടിത്തേനും 30 വർഷം അവർ തിന്നു. 30 വർഷം നിന്നു. ഈ തൗറാത്തൊന്ന് പഠിക്കെന്ന് പറഞ്ഞിട്ട് അമ്മ കിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പരിശുദ്ധമായ മണ്ണ്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, നാദാ ഇവമാര് നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല റബ്ബേ. ഫഫ്റുഖ് ബൈനി വബൈനഹും, എന്നെയും അവരെയും രണ്ടുപേരെയും 2 പാത്രമാക്കണേ അല്ലാഹ്. നന്നാവൂല, എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവൂല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും. യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ. അർളെ മുഖദ്ദസയിലേക്ക് സമുദായമേ നിങ്ങൾ പ്രവേശിക്കണം കേട്ടോ. അല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അല്ലാഹു നിങ്ങൾക്കത് വിജയിപ്പിച്ച് തരാമെന്ന് ഇതാ വഅദ ചെയ്തിരിക്കുകയാ. ആ മുബാറക്കായ അർളെ മുഖദ്ദസിലേക്ക് നിങ്ങൾ പ്രവേശിക്കണേ. മൂസ നബി അനുയായികളോട് പറഞ്ഞു, യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും. ആ വാക്ക് എഴുതി വെച്ചോളി, കതബല്ലാഹു ലക്കും. നിങ്ങൾക്ക് അല്ലാഹു തആല അത് സ്വന്തമാക്കി തരും. അല്ലാഹ് പറഞ്ഞ വാക്കാണ്, കതബല്ലാഹു ലക്കും. ولا ترتدوا على أدبارها فتنقلبوا خاسرين. പുറകോട്ട് പോകരുത് കേട്ടോ. അങ്ങോട്ട് തന്നെ നിങ്ങൾ പ്രവേശിച്ചോ, അങ്ങോട്ട് തന്നെ നിങ്ങൾ പ്രവേശിച്ചോ. നിങ്ങൾ പ്രവേശിച്ചാൽ ഇന്ന് ബൈത്തുൽ മുഖദ്ദസ് ആരാണോ കൈക്കലാക്കിയിരിക്കുന്നത്, നിങ്ങളെ കണ്ടിട്ട് അവർ പേടിച്ചോടുകയും നിങ്ങൾക്കതിൻ്റെ ചാവി ലഭിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു മൂസ നബിയിലൂടെ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞ വാക്കെന്തെന്നറിയുവോ? യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ അബദം മാ ദാമു ഫീഹാ. യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹാ വ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ. മൂസ, അവിടെ ഏതോ ചില ശക്തികളുണ്ട് മൂസ, അങ്ങോട്ടേക്ക് ഞങ്ങൾ പ്രവേശിക്കൂല മൂസ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഞങ്ങൾ ഇവിടെ ഇരിക്കാം, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചോണ്ട് വാ. ഞങ്ങളിവിടെ സുഖലോലുപരായിരുന്നോളാം. ഇല്ല, പാഹന്മാര് പോയില്ല, മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടേ അവർ പോയില്ല. അവിടെ ഇസ്രായേലികൾ, യാ ഖൗമി ഇന്നാ ലൻ നദ്ഖുലഹാ അബദം മാ ദാമു ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. പോയിക്കോ, നീയും പോയിക്കോ, നിന്റെ റബ്ബും പോയിക്കോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഞങ്ങളെ കൊണ്ടൊന്നും വരാൻ പറ്റും, നീ പോയി യുദ്ധം ചെയ്യും, പോ പോ. മൂസ നബിയുടെ അനുയായികൾ പറഞ്ഞ കേട്ടില്ല. അനുസരണ ഇല്ലാത്ത വർഗം എന്ന് പറഞ്ഞാൽ ഈ വർഗം അനുസരണ ഇല്ലാത്ത വർഗ്ഗമാണ്. ഒരു മനുഷ്യനെ ഈ ഭൂമിയുടെ മുകളിൽ അനുസരിക്കൂല. ഇവിടെ പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോഴേ ഈ മനൂസലോടല്ലേ പറഞ്ഞത് പശുവിനെ ഇറക്കാൻ. ഒരാൾ മരിച്ചുപോയി, അയാളെ കാതുകനെ കണ്ടുപിടിക്കണം താൻ. ഒരു പശുവിനെ ഇറക്കും. പശുവിനെ അറുത്തിട്ട് അതിൻ്റെ തോലെടുത്ത് അങ്ങോട്ട് അടിച്ചാൽ അയാൾക്ക് ജീവൻ കിട്ടുള്ളൂ. പറയും ആരോ കൊന്നേന്ന്, അത്രേ ഉള്ളൂ, പെട്ടെന്ന് പണി തീരും. ഏത് പശു, എങ്ങനത്തെ പശു, കളർ എന്താണ്, നാളെന്താണ്, പേരെന്താണ്, ഊരേതാണ്, കമ്പത്തുനിന്ന് കൊണ്ടുവരണോ, കുമളിയിൽ നിന്ന് കൊണ്ടുവരണോ, ബെല്ലാരിയിൽ നിന്ന് കൊണ്ടുവരണോ, എവിടെ നിന്നുള്ള സാധനമാണ്? യാ അല്ലാഹ്,
ഈ പൊട്ടന്മാരുടെ മുന്നിൽ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. മൂസ നബി അലൈഹി സ്വലാം എന്ത് ത്യാഗം സഹിച്ചെന്ന് ആലോചിച്ചു. ഒരു പ്രവാചകനാണ്, ഒരു പ്രവാചകൻ്റെ ആണ് എന്ത് ത്യാഗം അനുഭവിച്ചു. ഇപ്പം ഈ പാവപ്പെട്ടവർ എന്ത് ത്യാഗം അനുഭവിക്കുന്നു ഇവരെ കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ മൂസ നബി എന്ത് ത്യാഗം അനുഭവിച്ചിട്ടുണ്ടാകും, എന്ത് ത്യാഗം അനുഭവിച്ചിട്ടുണ്ടാകും. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളായ സഹാബാക്കളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് അസ്ഹാബീ കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബാക്കൾ, എൻ്റെ സമുദായം, എൻ്റെ അനുചരന്മാർ നക്ഷത്ര തുല്യരാണ് കേട്ടോ. അവരെ നിങ്ങൾ പിൻപറ്റണേ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ആദരവായ റസൂലുള്ളാഹി നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ അനുയായികളെ കുറിച്ച് പറഞ്ഞത് ഖൗമുൻ തജ്ഹലൂ, വിവരമില്ലാത്ത വർഗമാണ് പടച്ചവനെ. പറഞ്ഞ വാക്ക വിവരമില്ലാത്തവന്മാരാ. അല്ലാഹ് നബിതങ്ങൾ 23 വർഷം പണിയെടുത്തതേ ഉള്ളൂ. നമ്മളെ കുറിച്ച് പറഞ്ഞത് അസ്ഹാബീ കന്നുജൂം, എൻ്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. 30 വർഷം പണിയെടുത്ത മൂസാ നബി അനുയായികളെ കുറിച്ച് പറഞ്ഞത് വിവരമില്ലാത്തവന്മാരാണ്. ഇനി പഠിച്ചാൽ മതിയല്ലോ, ഇനി മനസ്സിലാക്കാമല്ലോ, ഇനി കൂടുതൽ താരീഖിന്റെ ആവശ്യമില്ലല്ലോ. അല്ല പറഞ്ഞത്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അല്ലാഹ് ഫഫ്റുഖ് ബൈനി വബൈനഹു, എന്നെ അങ്ങ് ഒഴിവാക്കിയാരെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നു. മലക്കുൽ മൗത്ത് വരുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നെ ഇതുവരയ്ക്കും ബൈത്തുൽ മുഖദ്ദസ് ഇപ്പൊ അനുവദിച്ചിട്ടില്ല. എന്നെ എങ്ങാണ് നീ റൂഹ് പിടിച്ചാൽ ശരിയാക്കി കളയും. ഒരൊറ്റ അടി കൊടുത്ത് കാണലാണ് പൊട്ടിത്തെറിച്ചു പോയി മലക്കുൽ മൗത്തിന്റെ. ഇത്ര നാൾ കിടന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് കിബിത്തിയെ ഒറ്റയടിക്ക് കൊന്നാളാ മൂസ നബി. ഒറ്റയടിക്ക് കൊന്നാളാ. ആളൊരു സാധനം തന്നെയാണ്, ചെറിയ സാധനം അല്ല അത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. പെട്ടെന്ന് മലക്കുൽ മൗത്ത് ഓടിപ്പോ അല്ലാതെ തന്നെ മരിക്കാൻ താല്പര്യമില്ലാത്ത ചങ്ങാതി എടുത്ത് എന്നെ എന്തിനാ അല്ലാ നീ റൂഹ് പിടിക്കാൻ പറ്റത്? ഞാൻ വേറെ എത്രയോ പേരുണ്ട്, അവരെ പോയി പിടിച്ചോളെ. എൻ്റെ കണ്ണെല്ലാം അടിച്ചു പൊട്ടിച്ച് ഇനി ഞാനിനി അവിടെ പോയി നോക്കാൻ. ഉടനെ അല്ലാഹു തആല കണ്ണ് ശിഫയാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയി മൂസ നബിയോട് പറ, അവൻ്റെ കൈയെടുത്തൊരു മൃഗത്തിൻ്റെ മുകളിൽ വെക്കാൻ പറ, കൈവെള്ള. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എത്ര രോമങ്ങളുണ്ടോ ഒരു രോമത്തിന് 1 വർഷം വെച്ച് കണക്ക് കൂട്ടിക്കോ. അത്രയും രോമങ്ങൾ ജീവിച്ചു, അതുവരയ്ക്കും അവൻ ജീവിച്ചോട്ടെ. 5000 രോമങ്ങൾ ഉണ്ടെങ്കിൽ 5000 വർഷം ജീവിക്കാൻ അനുവാദം കൊടുത്തു. പോയി പറ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുക്കിലേക്ക് വന്നു. അള്ളാഹ് ഇങ്ങനെയാണ് പറഞ്ഞു വിട്ടത്, നിങ്ങളുടെ കൈയെടുത്ത് ഒരു മൃഗത്തിൻ്റെ മുകളിൽ വെച്ചോളി, അതിനകത്ത് എത്ര രോമമുണ്ടോ എണ്ണിക്കോളിൽ, 1 രോമത്തിന് 1 വർഷം, അതുവരേക്കും നിങ്ങൾ ജീവിക്കാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അത് കഴിഞ്ഞിട്ടോ? അതുകൊണ്ട് ഞാൻ റൂഹ് പിടിക്കാൻ വരും. അപ്പോഴും റൂഹ് പിടിക്കുമല്ലേ? അത് പിടിക്കും. എന്നാ പിന്നെ ഇപ്പോഴേ പിടിച്ചു, അതാ നല്ലത്. വെറുതെ എന്തിനാ 5000 വർഷം? പക്ഷെ ഒരു ഡിമാൻഡ്, ഞാൻ ഇത്രയും വർഷം ഇവിടെ ഇവമാരോടൊപ്പം മല്ലടിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയിട്ടേ വേണം എൻ്റെ റൂഹിനെ പിടിക്കാൻ. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി ഖബറ് കുഴിക്കുന്നു, മലക്കുകൾ ഖബറ് കുഴിക്കുന്നു. ഉടനെ മൂസ നബി ചോദിച്ചു, എന്തിനാണിത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഈ ഖബറിൽ മലക്കുകളാണ് ഖബറ് കുഴിച്ചത്. ഈ ഖബറിൽ ഇറങ്ങിക്കിടന്ന് നോക്കിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അനുഭൂതികൾ കണ്ടാസ്വദിക്കാൻ കഴിയും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി കിടന്നുകൊണ്ട് സ്വർഗത്തിന്റെ രസാനുഭൂതികൾ കണ്ടു. ബാറക്കന ഹൗല, ചെറിയ കാര്യമല്ല. പിന്നെ മൂസ നബി പറഞ്ഞു, നീ ഇനി പിടിച്ചോളി, ഞാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനി നിനക്ക് എൻ്റെ റൂഹിനെ പിടിക്കാം. ബാറക്കന ഹൗല, സ്വർഗം കാണാൻ പറ്റി. സ്വർഗം മഹ്ശറ, ലക്ഷോപലക്ഷം ശുഹദാക്കൾ ഉറങ്ങുന്ന സ്ഥലം. വമിൻഹു യുഹ്ശറുന്നാസ്, അവിടെ നിന്നാണ് ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അത്രയ്ക്കും അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നല്ലേ ഹദീസിൽ വന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൈമൂന ബീവി നബി തങ്ങളോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് പോയി 2 റക്അത്ത് നമസ്കരിക്കണം കേട്ടോ. ബൈത്തുൽ മുഖദ്ദസിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമസ്കരിക്കാൻ കഴിയില്ല എങ്കിലോ, ഇന്നല്ല അന്ന്
അന്ന് മൈമൂന റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ നബി തങ്ങളോട്, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലോ നബിയെ ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവിടേക്ക് നിങ്ങൾ ഒരു വിളക്ക് വാങ്ങി കൊടുക്കണേ, ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വാങ്ങി കൊടുക്കണേ. അങ്ങനെ ആരെങ്കിലും ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വിളക്ക് വാങ്ങി കൊടുക്കുകയോ എണ്ണ വാങ്ങി കൊടുക്കുകയോ ചെയ്താൽ കാന കമൻ സ്വല്ലാ ഫീഹി, അവർ ആ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചവരെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി പോലെയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് സഹായം ചെയ്തു കൊടുത്താൽ ബൈത്തുൽ മുഖദ്ദസിൽ നമ്മൾ നമസ്കരിച്ചവരെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അവിടേക്ക് നമ്മൾ സഹായം ചെയ്താൽ നമുക്ക് സ്കരിച്ചതിന്റെ കൂലി കിട്ടും. അതുകൊണ്ട് വെറുതെ അല്ല നമ്മുടെ ഈ ഐക്യദാർഢ്യവും ഈ ദുആയും ഒന്നും വെറുതെ അല്ല, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നമസ്കരിച്ചതിന്റെ ഈ പരിശ്രമത്തിന്റെ ഫലം നമുക്ക് അവിടെ നമസ്കരിച്ചതിന്റെ പ്രതിഫലമായി കിട്ടും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർളെ മുഖദ്ദസയാണ്, സ്വർഗമാണ്. ഹൂറിലിങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ കണ്ട സ്ഥലമാണ്. അതൊക്കെ ഒരുപാട് വിശദീകരിക്കുമ്പോൾ സമയമൊന്നുമില്ല, നിർത്താൻ പോവാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാദി നംല് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. വാദി നംല്. حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. حتى إذا أتوا على واد النمل, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിവാരങ്ങളും വാദിൻ നംലിലേക്ക് എത്തിയപ്പോ എറുമ്പിന്റെ കൂട്ടം അവിടേക്ക് എത്തി. സുലൈമാൻ നബി എത്തിയപ്പോ എറുമ്പ് പറഞ്ഞിട്ട് സംസാരിക്കുന്ന മറ്റുള്ളവരോട്, ഏയ് സുലൈമാനും ആ പരിവാരങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ മാളത്തി ഒളിച്ചോളി, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ചവിട്ടി ഇപ്പൊ കൊന്നോളയും, എല്ലാ അകത്തേക്ക് കയറിക്കും അകത്തേക്ക്. ഇത് കേട്ട് സുലൈമാൻ നബി ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ഈ എറുമ്പിന്റെ സംസാരം കേട്ടിട്ട് സുലൈമാൻ നബി ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. قال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. الله നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, എൻ്റെ ഉപ്പാക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകണമേ അല്ലാഹ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച വാദിൻ നംല് ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബാറക്നാ ഹൗലഹു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് വെറുതെ അല്ല. അത് ബർക്കത്തുള്ള സ്ഥലമാണ്, ബർക്കത്തേറിയ സ്ഥലമാണ്. ഇനിയും അത് ബർക്കത്തുള്ള സ്ഥലമായി മാറും. നാളെ നമ്മൾ അവിടെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഇനി നമ്മളൊന്ന് ചിന്തിക്കും, ഇനി നമ്മൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഒരു കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസും പരിസരവും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയുടെ നാടായിരുന്നു. ഇത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറയാം, നല്ലപോലെ ശ്രദ്ധിച്ചോളി. ഈ ഉസ്താദന്മാരെയും മുസ്ലിയാക്കന്മാരെയൊക്കെ നമ്മൾ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയും, കമന്റ്, മോശം കമന്റ് ഇടും, ഒക്കെ ചെയ്യും. ഇപ്പൊ അറിയില്ല എന്ന അനുഭവം, ഇൻഷാ അല്ലാഹ് പിന്നെ അറിഞ്ഞോളൂ, പിന്നെ അറിഞ്ഞോളൂ. ബൈത്തുൽ മുഖദ്ദസിൽ ജീവിച്ചിരുന്ന അഹ്ലു ബൈത്തിന്റെ മക്കൾ, അതാണ് അന്നത്തെ ആ മക്കൾ, സ്വർണം കൊണ്ടാണ് അവർ കളിച്ചിരുന്നത്. സ്വർണത്തിന്റെ, നമ്മളിപ്പോൾ അണ്ടി കളിക്കൂലേ, പറങ്ങാണ്ടിമാവിട്ട് കളിക്കുന്നത് പോലെ സ്വർണ്ണ കോയിൻ കൊണ്ട് കളിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ മക്കൾ. സുന്ദരികളായ മക്കൾ മിനിസ്കറ്റും ധരിച്ചിട്ട് യൂറോപ്പിന്റെ മക്കൾക്ക് വേണ്ടി അത്തിമരത്തിന്റെ ചുവട്ടിൽ ചില്ലി പൈസയ്ക്ക് വേണ്ടി, ഡോളറിന് വേണ്ടിയിട്ട് തന്റെ ശരീരത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റി അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കാൻ തുടങ്ങി.
സമ്പത്ത് കിട്ടിയില്ലേ, ഇനി എന്താ പ്രശ്നം? അടിച്ചു പൊളിക്കാൻ തുടങ്ങി. അന്ന് ആ മിമ്പറിന്റെ മെഹ്റാബിന്റെ മുകളിലിരുന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പരസ്യമായി വിളിച്ചു പറഞ്ഞു, പെമ്മക്കളെ നിങ്ങൾ അഴിഞ്ഞാടരുത് കേട്ടോ, ഇത് മുബാറക്കായ മണ്ണാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്ത മണ്ണാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ അഹങ്കരിച്ചാൽ ഇതിന്റെ ശാപം നിങ്ങളെ പേറേണ്ടി വരും കേട്ടോ. പ്രവാചകന്മാരെ വേദനിപ്പിച്ച മണ്ണാണ്, ആ പ്രവാചകന്മാരുടെ ശാപം പ്രാർത്ഥന ഇവിടെയുണ്ട് കേട്ടോ. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. ഓരോ പ്രവാചകന്മാരുടെ ശാപ പ്രാർത്ഥന കൊണ്ട് നശിച്ചു പോയ വർഗം തടങ്ങിയ സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത് കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ തെമ്മാടികൾക്ക് നൽകിയ ശിക്ഷ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നേക്കാം. ഉലമാക്കൾ ഇത് പറഞ്ഞപ്പോ, പണ്ഡിതന്മാരിത് വിളിച്ചു പറഞ്ഞപ്പോ അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ട് പറഞ്ഞു, മുയിലിയാമാരെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്ത് പള്ളിക്കുള്ളിൽ ഇരുന്നാ മതി കേട്ടോ. ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാനാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടതില്ല. ഞങ്ങളുടെ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യണ്ട. നിങ്ങൾ അടിച്ചു പൊളിച്ച് പള്ളിക്കത്തിരുന്നോളി, ഞങ്ങൾ ഇവിടെ റായത്തായിട്ട് അടിച്ചു പൊളിച്ചോളാം. ഞങ്ങൾ എങ്ങനെ നടക്കണം, ഏത് ഡ്രസ്സ് ധരിക്കണം, എവിടെയൊക്കെ പോകണം, നിങ്ങളല്ല തീരുമാനിക്കുന്നത്, അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഉലമാക്കളെ അന്ന് എതിർത്ത ആ വർഗം ഇന്ന് മക്കയുടെയും മദീനയുടെയും തെരുവോരങ്ങളിൽ കിടന്നിട്ട്, യാ അബ്ദല്ലാഹ്, യാ മുഹമ്മദ്, അന ഫലസ്തീൻ മിസ്കീൻ, ഹാത്ത് വാഹിദ് റിയാൽ, ഹാത്ത് വാഹിദ് റിയാൽ, ഒരു റിയാൽ തന്ന് സഹായിക്കണം, ഞാൻ ഫലസ്തീനിലെ മിസ്കീനാണ്, എനിക്ക് ഉപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, വീടില്ല, ഒന്നുമില്ല. അന ഫലസ്തീൻ മിസ്കീൻ, ഞാൻ മിസ്കീനാണ്. മിസ്കീൻ എന്ന വാക്ക് അള്ളാഹ് അവരെ കൊണ്ട് പറയിച്ചു. പരീക്ഷണങ്ങൾ വെറുതെയല്ല.